2 ദിനവൃത്താന്തം 11-ാം അധ്യായം. റഹബോവാം ജെറുസലേമെത്തിയതിനു ശേഷം യൂദാഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കുവാൻ 150,000 യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു. എന്നാൽ ദൈവപുരുഷനായ ഷമായിയോട് കർത്താവ് അരുളിച്ചെയ്തു, സോളമൻ്റെ മകനും യൂദാരാജാവുമായ റഹോബാമിനോടും യൂദായോടും ബെഞ്ചമിനോടുമുള്ള എല്ലാ ഇസ്രായേലിനോടും പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ അങ്ങോട്ട് പോവുകയോ നിന്റെ സഹോദരനുമായി യുദ്ധം ചെയ്യുകയോ അരുത്. ആളുകളെ അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക. എൻ്റെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത്. അവൻ കർത്താവിൻ്റെ വാക്ക് കേട്ട് മടങ്ങിപ്പോയി. ജെറോബാമിനോട് യുദ്ധത്തിന് പോയില്ല. റഹോബോവാം ജെറുസലേമത്ത് വെച്ച് യൂദായുടെ സുരക്ഷിതത്വത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു. ബെത്ലഹേം, ഏലാം, തെക്കോവ, ബേൽസെർ, സെക്കോ, അതെല്ലാം, ഗത്ത്, മരേഷ, ഷിപ്പ്, അദോരായിം, ലാഖീഷ്, എസെക്ക, സോറ, അല്ലയോൺ, ഹെബ്രോൺ എന്നിവ പണിതു. യൂദായിലും ബെഞ്ചമിനിലുമുള്ള സുരക്ഷിത നഗരങ്ങളാണിവ. കോട്ടകൾ സുശക്തമാക്കി. ഓരോന്നിനും അധിപന്മാരെ നിയമിച്ചു. ഭക്ഷണസാധനങ്ങൾ, എണ്ണ, വീഞ്ഞ് ഇവ സംഭരിച്ചു. ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച് അവ ബലിഷ്ഠമാക്കി. യൂദായും ബെഞ്ചമിനും അവൻ്റെ നിയന്ത്രണത്തിലായി. ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവ്യരും റഹോബാമിൻ്റെ അടുക്കൽ അഭയം തേടി. കർത്താവിന് ശുശ്രൂഷ ചെയ്തിരുന്നവരിൽ നിന്ന് ലേവ്യരെ ജെറോബാമും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും ഉപവാസങ്ങളും ഉപേക്ഷിച്ച് അവർ യൂദായിലേക്കും ജെറുസലേമിലേക്കും വന്നത്. താനുണ്ടാക്കിയ പൂജാഗിരികൾ ആരാധന നടത്താനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യുവാനും ജെറോബാം പുരോഹിതന്മാരെ നിയമിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവ്വം തേടിയിരുന്നവർ ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നുള്ള ലേവ്യരുടെ പിന്നാലെ ജെറുസലേമിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ വന്നു. അവർ യൂദാരാജ്യം പ്രബലമാക്കി. 3 വർഷക്കാലം അവർ ദാവീദിൻ്റെയും സോളമൻ്റെയും മാർഗത്തിൽ ചരിച്ചു. അക്കാലമത്രയും സോളമൻ്റെ മകനായ റഹോബോവാം സുരക്ഷിതനായിരുന്നു. ദാവീദിൻ്റെ മകൻ യാരീഷിത്തിൻ്റെയും ജെസ്സയുടെയും മകനായ എലിയാബിൻ്റെ മകൻ അഹിബിയാമിൻ്റെയും മകൾ മഹലിൻ്റെയും റഹോബോവാം വിവാഹം ചെയ്തു. അവർക്ക് യാവൂഷ്, ഷിമിയ, സാഹം എന്നീ പുത്രന്മാർ ജനിച്ചു. അതിനുശേഷം അവർ അബ്സലേമിൻ്റെ മകൾ മാഖായെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്ക് അബിയ, അത്തായിസ്, നിസിയ, ഷെലൂം എന്നിവർ ജനിച്ചു. റഹോബാമിനോട് 18 ഭാര്യമാരും 60 ഉപനാരികളും 28 പുത്രന്മാരും 60 പുത്രിമാരും ഉണ്ടായിരുന്നു. തൻ്റെ മറ്റു ഭാര്യമാരെ ഉപനാരികളേക്കാൾ അധികമായി അവൻ അബ്സലോമിൻ്റെ മകളായ മാഖായെ സ്നേഹിച്ചു. മാഖായുടെ മകൻ അബിയായെ രാജാവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരന്മാരിൽ പ്രമുഖനാക്കി. അവൻ പുത്രന്മാരെ യൂദായിലും ബെഞ്ചമിനിലുള്ള സകല സുരക്ഷിത കേന്ദ്രങ്ങളിലും ദേശാധിപതികളായി തന്ത്രപൂർവ്വം നിയമിച്ചു. അവർക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി കൊടുത്തു. അവർക്ക് അനേകം ഭാര്യമാരെയും നേടിക്കൊടുത്തു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. ശുമിശിയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ.